കാർഷിക വാർത്തകൾ. നാണ്യവിള കമ്പോളത്തിൽ നിന്നുള്ള വാർത്തകൾ. രാജ്യാന്തര ഭക്ഷ്യ എണ്ണ വിപണിയിൽ കയറ്റുമതി രാജ്യങ്ങളും ഇറക്കുമതിക്കാരുമായുള്ള മത്സരം ശക്തമാകുന്നു. ഇന്ത്യയിൽ ഉത്സവ സീസണിനെ തുടർന്ന് പാം ഓയിൽ വില ഉയർത്തി ഇന്തോനേഷ്യ. ഇറക്കുമതി ഡ്യൂട്ടി വർദ്ധിപ്പിച്ച് ഇറക്കുമതി പ്രതിരോധിക്കുമെന്ന വാണിജ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് പുറത്തുവന്ന മണിക്കൂറുകൾക്കകം ഇന്തോനേഷ്യ പാം ഓയിൽ വില കുറച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മത്സരം ശക്തമാകുന്നത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കി ജക്കാർത്തയിലെ കയറ്റുമതിക്കാർ ചുവടുമാറിയതോടെ ഇന്തോനേഷ്യ പാം ഓയിൽ വില 100 രൂപ കുറയ്ക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. മലേഷ്യയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഇതിനു പിന്നിൽ. രാജ്യാന്തര മാർക്കറ്റിൽ ഈ രാജ്യങ്ങളാണ് പാം ഓയിലിനെ നിയന്ത്രിക്കുന്നത്. ഇതിനിടയിൽ വിദേശ വ്യാപാരത്തിലെ മത്സരങ്ങൾ അവസരമാക്കി ഓണവിപണി ചൂഷണം ചെയ്യാൻ തമിഴ്നാട് ലോബി വെളിച്ചെണ്ണ വില ഉയർത്തിയെങ്കിലും കൊപ്ര വില ഉയർത്താൻ തയ്യാറായിട്ടില്ല. ഏലം സീസണായി ഒക്ടോബർ വരെ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ മധ്യവർത്തികൾ സ്റ്റോക്കുള്ള ചരക്ക് വിറ്റുമാറാനുള്ള തിടുക്കത്തിലാണ്. സുഗന്ധഗിരിയിൽ നടന്ന ലേലത്തിൽ 1,00,000 കിലോയ്ക്ക് മുകളിൽ ഏലയ്ക്ക വിൽപ്പനയ്ക്കിറങ്ങിയതിൽ 50,015 കിലോ വിറ്റഴിഞ്ഞു. ഗൾഫ് ഓർഡർ ലഭിച്ച കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ഏലയ്ക്ക ലേലത്തിൽ സജീവമായിരുന്നു. ശരാശരി ഇനങ്ങൾ കിലോയ്ക്ക് 2,285 കുതിച്ചു കയറിയപ്പോൾ മികച്ച ഇനങ്ങൾ 2,670 രൂപയിലും കൈമാറി. അന്തർ സംസ്ഥാന വാങ്ങലുകാർ കുരുമുളക് സംഭരണത്തിന് ഉത്സാഹിച്ചത് ഉൽപ്പന്ന വില മെച്ചപ്പെടുത്തി. കാർഷിക മേഖലയിൽ നിന്നുള്ള കുരുമുളക് വരവ് കുറഞ്ഞതിനാൽ വില ഉയർത്തിയിട്ടും കാര്യമായി ചരക്ക് സംരക്ഷിക്കാൻ വാങ്ങലുകാർക്കായില്ല. ഹൈറേഞ്ച് മുളക് വില ഉയരുമെന്ന വിശ്വാസത്തിൽ കർഷകർ ചരക്ക് ഇറക്കിയില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയ്ക്ക് 1,00,000 കോടി രൂപയുടെ പദ്ധതി. അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ടിന്റെ വിപുലീകരണത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം. ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനുകൾക്ക് സാമ്പത്തിക ഭദ്രതയും വായ്പാ യോഗ്യതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടുത്തുന്നതിനായി 1,00,000 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാനാണ് നീക്കം. കാർഷികാടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം സുസ്ഥിരമായ ശുദ്ധമായ ഊർജ്ജ പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. AIFന് കീഴിൽ ഇതുവരെ 74,508 പദ്ധതികൾക്കായി 47,575 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതികൾക്ക് കാർഷിക മേഖലയിൽ 78,596 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിച്ചിട്ടുണ്ട്. അതിൽ 78,433 കോടി സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതാണ്. AIFന് കീഴിൽ അനുവദിച്ച അടിസ്ഥാന സൗകര്യ പദ്ധതികൾ 8.19 ലക്ഷത്തിലധികം ഗ്രാമീണരെ സൃഷ്ടിക്കാൻ സഹായിച്ചതായി കേന്ദ്രം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ നെല്ല് കർഷകർക്ക് നൽകേണ്ട കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് തുക വിതരണം പെരുവഴിയിൽ. 2 സീസൺ കഴിഞ്ഞിട്ടും തുക വിതരണം അനിശ്ചിതത്വത്തിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണ് കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ്. ഉഷ്ണതരംഗവും കനത്ത മഴയും വെള്ളപ്പൊക്കവും സംസ്ഥാനത്തെ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇതേ തുടർന്ന് 2023 ജൂൺ സീസൺ മുതൽ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി വഴി നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായത്. എന്നാൽ 2 സീസൺ കഴിഞ്ഞിട്ടും ഇതുവരെ കർഷകർക്ക് നഷ്ടപരിഹാര തുക ലഭിച്ചിട്ടില്ല. ഏക്കറിന് 640 രൂപ പ്രീമിയം അടച്ചാണ് കർഷകർ പദ്ധതിയിൽ ചേർന്നത്. കൃഷി നശിച്ചാൽ 60 ദിവസത്തിനകം നഷ്ടപരിഹാര തുക കിട്ടുമെന്നതായിരുന്നു വാഗ്ദാനം. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ലെന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന വിശദീകരണം. ഇതിനാൽ തുക കണക്കാക്കാനും കഴിയുന്നില്ലെന്ന് കമ്പനികൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അഗ്രിടെക് പ്ലാറ്റ്ഫോമായ ഗ്രാമഫോണുമായി സഹകരിച്ച് പ്രവർത്തിക്കാനൊരുങ്ങി മാസ്റ്റർ കാർഡ്. 2 മില്യൺ കർഷകർക്ക് മാസ്റ്റർ കാർഡ് കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശനം നൽകുന്നതാണ് ഈ നീക്കം. കേന്ദ്രീകൃത കാർഷിക വിപണിയിൽ വിവിധ കാർഷിക മേഖലയിലെ പങ്കാളികളെ പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിപ്പിക്കുന്നു. ഇത് കർഷക സമൂഹങ്ങളിൽ കൂട്ടായ ഗുണപരമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. കമ്മ്യൂണിറ്റി പാസ് സേവനങ്ങളിൽ ഓഫ്ലൈൻ പേയ്മെന്റ് കാർഡും ഇൻപുട്ട് ക്രെഡിറ്റും വരും മാസങ്ങളിൽ അവതരിപ്പിക്കും. അനുകൂലമായ വിപണി വിലയും ഡിസ്പ്ലേ ചെയിൻ ഫിനാൻസിംഗിലും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ സുസ്ഥിര സ്രോതസ്സുകൾ തിരയുന്ന കർഷകർക്ക് കമ്മ്യൂണിറ്റി പാസ് ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഉറപ്പു നൽകുന്നു. വിശ്വസനീയമായ വിപണികളും ന്യായവിലയും വായ്പാ ലഭ്യതയും തേടുന്ന ചെറുകിട കർഷകർക്ക് ഇത് പ്രയോജനം ചെയ്യും.
കാർഷിക മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ കാഴ്ചപ്പാടിന് അനുസൃതമായാണ് കമ്പനികളുടെ ഈ നീക്കം. ഗ്രാമഫോണുമായുള്ള ഈ സഹകരണം ഇന്റർനെറ്റ് കണക്ടിവിറ്റിയോ സ്മാർട്ട് ഫോൺ ലഭ്യതയോ ഇല്ലാതെയും ഉപയോഗിക്കാനാകും. കർഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗുണനിലവാരമുള്ള ഇൻപുട്ടുകൾ ആക്സസ് ചെയ്യാമെന്നും ഡിജിറ്റൽ പേയ്മെന്റിന്റെ നേട്ടങ്ങൾ ഉറപ്പാക്കുമെന്നും മാസ്റ്റർ കാർഡ് കമ്മ്യൂണിറ്റി പാസ് മാർക്കറ്റ് മേധാവി റിക്കാർഡോ പരേജ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 237, RSS 5 232, ലാറ്റക്സ് 144, ജാതിക്ക 260, ജാതിപത്രി 1500 മുതൽ 1700 വരെ, ഗ്രാമ്പു 950, അടയ്ക്ക 250, കാപ്പിക്കുരു 218, കൊക്കോ പരിപ്പ് 300, കുരുമുളക് ഗാർബിൾ 66,800, കുരുമുളക് അൺഗാർബിൾ 64,800, ഏലക്ക 2,100 മുതൽ 2,200 വരെ, വെളിച്ചെണ്ണ 16,800, കൊപ്ര 11,250, ചുക്ക് 37,000.